ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം തിരുവെഴുത്തുകളെ അടിസ്ഥാനപ്പെടുത്തിയും പരിശുദ്ധ ആത്മനിയോഗത്താലും നമ്മളെ ശുശ്രൂഷിക്കും. ഇനി ബന്ധം പറയുകയാണെങ്കിൽ കൊച്ചുമകനാണ്. കാരണം അവൻ്റെ സ്പിരിച്വൽ അപ്പനായിരിക്കുന്ന പ്രിയ അജിദാസിനെ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിച്ച് വേർതിരിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകി. അപ്പോൾ ടെന്റ് ഓഫ് ഗ്ലോറിയിലെ നമ്മുടെ കൊച്ചുമോനാണ്. അപ്പൂപ്പൻ്റെ ഇറച്ചി വന്നിരിക്കുക. നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് വരൂ. സ്വാതന്ത്ര്യമായിട്ട് ശുശ്രൂഷിക്കും. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരിക്കലും ഇങ്ങനൊരു അവസരം കിട്ടരുതേ എന്ന് പ്രാർത്ഥിച്ചതാണ്. നിരസിക്കാൻ പറ്റത്തില്ല, അനുസരിക്കുക എന്നതേ മാർഗം. ഹല്ലേലൂയ, ജീസസ്. ജോസഫ് പാസ്റ്ററിനെ ഞങ്ങളുടെ ചർച്ച അറിയുന്നത് 2021 പക്ഷെ എനിക്ക് 2019 തൊട്ടേ പാസ്റ്ററിനെ അറിയാം. നമ്മുടെ സനൽ പാസ്റ്റർ മിറാക്കിൾ ചർച്ച്, അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് മാസം തോറും ഒരു കൺവെൻഷൻ നടക്കും. അങ്ങനെ ഒരു കൺവെൻഷന് കൊച്ചിയിൽ നിന്ന് വന്ന് ശുശ്രൂഷിച്ചു. അന്നെടുത്ത മെസ്സേജ് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. യേശുവിന്റെ രക്തം. ഒരാമേൻ പറഞ്ഞേ. എല്ലാ മെസ്സേജും ഉള്ളിലിരിക്കില്ല, പക്ഷെ ചിലത് കയറും. ഹല്ലേലൂയ. അടുത്ത അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ചർച്ചിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്റെ വീട്ടിൽ ക്ഷണിച്ചു. വീട്ടിൽ 4-5 പേരുണ്ടായിരുന്നല്ലോ. അന്നെടുത്ത മെസ്സേജിൽ എനിക്ക് ഓർമ്മയുണ്ട് മദ്ദലക്കാരത്തി മറിയെ പറ്റി. ഹല്ലേലൂയ, ജീസസ്. നിങ്ങൾ എത്ര പേര് പ്രതീക്ഷയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു? ഒരു വാക്യം ഒന്ന് വായിച്ചു തരുമോ? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 103-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഒരിക്കൽ കൂടെ വായിച്ചേ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. 103-ാം സങ്കീർത്തനം എഴുതിയത് ദാവീദാണ്. നിർഭാഗ്യവശാൽ ദാവീദിന് ഇങ്ങനെ എഴുതാൻ പറ്റിയുള്ളൂ: അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് ഭക്തനോട്. പക്ഷെ പുതിയ നിയമസഭ പറയും യഹോവയ്ക്ക് ഭക്തനോടൊന്നല്ല, അപ്പന് മക്കളോട്. ഒരു നിമിഷം ആ കണ്ണുകൾ അടച്ച്, ഒരു നിമിഷം ആ കണ്ണുകൾ അടച്ച് ആ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. ഓ ജീസസ്, താങ്ക് ഹോളി സ്പിരിറ്റ്. വലിയ പ്രതീക്ഷയോടെ, വലിയ പ്രതീക്ഷയോടെ, വലിയ പ്രതീക്ഷയോടെ. താങ്ക് ഹോളി സ്പിരിറ്റ്, താങ്ക് ഹോളി സ്പിരിറ്റ്. ആ കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. നിങ്ങൾക്ക് എത്രത്തോളം ശബ്ദമുയർത്തുവാൻ പറ്റും അത്രത്തോളം ശബ്ദമുയർത്തി. എന്റെ ശബ്ദത്തെക്കാൾ നല്ല ശബ്ദം ഹോളി സ്പിരിറ്റിന്റെ ശബ്ദമാണ്. ഞാൻ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ നല്ലത് പരിശുദ്ധാത്മാവ് സഭയെ ശുശ്രൂഷിക്കുന്നതാണ്. അങ്ങനെ ആദരങ്ങളെ തുറന്ന് റബനബ ശദരബര ഹസിയരബര ചുദബരബരബര ദിരിദിരിദിരി ഓരിബാര സിഗരജാര ഹംദനാദര പ്രഭാദന ശദരബരദനദര ചുദിരിദിരിദിരി അൽമനാദര അങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ, ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഒരുപോലെ ശബ്ദമുയർത്തി, ഒരുപോലെ ശബ്ദമുയർത്തി, ഒരുപോലെ ശബ്ദമുയർത്തി. ഇന്ന് പകലിൽ ഇതിനകത്ത് വെളിപ്പെടുന്നത് പിതാവിന്റെ സ്നേഹമാണ്. ഇന്ന് പകലിൽ ഇതിന്റെ അകത്ത് വെളിപ്പെടുന്നത് പിതാവിന്റെ കരമാണ്. ഇന്ന് പകലിൽ ഇതിനകത്ത് വെളിപ്പെടുന്നത് പിതാവിന്റെ മഹത്വമാണ്. ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ആദരങ്ങളെ തുറന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, അപ്പാ ഇന്നത്തെ ദൂത് എന്നെ ഒന്ന് തൊടണമേ, ഇന്നത്തെ മെസ്സേജ് എന്നെ ഒന്ന് തൊടണമേ, ഇന്നത്തെ അപ്പാ പിതാവിന്റെ കരം എന്നെ ഒന്ന് പിടിക്കണമേ. നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ട.
നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ, നിൻ കൃപയല്ലാതെ നിൻ ശക്തിയല്ലാതെ നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ, നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ, നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ. സ്നേഹിച്ചിടും ഞാനെന്നും നിന്നെ, എന്നെ സ്നേഹിച്ച യേശുവേ, സ്നേഹിപ്പാൻ നീയല്ലാതിങ്ങില്ലേ, എങ്ങുമെങ്ങും എൻ സ്നേഹം നീ. ആരുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്നേഹിച്ചിടും ഞാനെന്നും നിന്നെ, എന്നെ സ്നേഹിച്ച യേശുവേ, സ്നേഹിപ്പാൻ നീയല്ലാതിങ്ങില്ലേ, ഇന്നുമെന്നും എൻ സ്നേഹം നീ. സ്നേഹിക്കും ഞാൻ നിന്നെ എല്ലാറ്റിനേക്കാളും യേശുവേ, സ്നേഹിക്കും ഞാൻ നിന്നെ എൻ ജീവനേക്കാളും യേശുവേ, സ്നേഹിക്കും ഞാൻ നിന്നെ എല്ലാറ്റിനേക്കാളും യേശുവേ, സ്നേഹിക്കും ഞാൻ നിന്നെ എൻ ജീവനേക്കാളും യേശുവേ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുന്നു. ഇന്ന് പകലിൽ ഞങ്ങളോടങ്ങ് സംസാരിക്കും, ഞങ്ങളോട് ഇടപെടും കർത്താവേ. ചില ഏകാന്തതകളെ പരിശുദ്ധാത്മാവിനെ ക്യാൻസൽ ചെയ്യും, ചില അനാഥത്വങ്ങളെ പരിശുദ്ധാത്മാവ് പൊളിച്ചു കളയും. എനിക്ക് ആരോ ഉണ്ടെന്നുള്ളൊരു ബോധ്യത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങൾ എഴുന്നേൽപ്പിക്കും. അടിയന്റെ നാവോട് കൂടെ ഇരിക്കും, യേശുവിൻ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പന് മക്കളോട് കരുണ തോന്നും. അടുത്തേക്ക് നാന്റെ കരം കൊടുത്തെന്ന് പറഞ്ഞേ, അപ്പന് മക്കളോട് കരുണ തോന്നും. അപ്പനാണോ മക്കളോട് കരുണ തോന്നിയിരിക്കും. ഹല്ലേലൂയ. ആദാം ദൈവത്തിന്റെ മകൻ. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതാണ് ആദാം. ഈ ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങളെ ദൈവം സൃഷ്ടിച്ചു. ജീവനുള്ള ഒത്തിരി കാര്യങ്ങളെ, പക്ഷികളെ, മൃഗങ്ങളെ, മത്സ്യങ്ങളെ, ഒത്തിരി കാര്യങ്ങളെ സൃഷ്ടിച്ചു. പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യ പ്രകാരവും. ഒരാമൻ പറഞ്ഞേ. ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് ശബ്ദം കൊണ്ടല്ല സൃഷ്ടിച്ചത്, തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യ പ്രകാരവുമാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. ആരിൽ നിന്നാണോ ആദാം ജനിച്ചത്, അതുകൊണ്ട് ഇപ്രകാരം പറയുന്നു, ആദാം ദൈവത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ട് ആദാം ദൈവത്തിന്റെ മകൻ. ഒരാമൻ പറഞ്ഞേ. ആദാമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് ഒത്തിരി ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, ദൈവത്തിന് ഒത്തിരി പദ്ധതികൾ ഉണ്ടായിരുന്നു, ദൈവത്തിന് ആദാമിൽ ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ജീസസ്. ആദാമിൽ നിന്ന് ജനിക്കുന്ന സന്തതികളെല്ലാം ദൈവത്തിന്റെ സന്തതികളെന്ന് അറിയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചു. എന്ന് വെച്ചാൽ ഭൂമി മുഴുവൻ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും കൊണ്ട് നിറയണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിച്ചു.
ഹല്ലേലൂയ. എന്നാൽ ആദാമിന്റെ മേൽ കിടന്ന നിയോഗവും ആദാമിന്റെ മേൽ കിടന്ന വാഗ്ദത്തവും ആദാമിന്റെ മേൽ കിടന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ആദാം തിരിച്ചറിഞ്ഞില്ലെങ്കിലും പിശാച് തിരിച്ചറിഞ്ഞു. ഒരാമേൻ പറഞ്ഞേ. നമ്മുടെ മേൽ കിടക്കുന്ന നിയോഗങ്ങൾ പലതും നമുക്കറിയത്തില്ലെങ്കിലും, നമ്മുടെ മേൽ കിടക്കുന്ന ശുശ്രൂഷകൾ പലതും നമുക്കറിയത്തില്ലെങ്കിലും, നമ്മെ എന്തിനാണ് ദൈവം ഈ ഭൂമിയിൽ ഈ പട്ടണത്തിൽ ആക്കിയിരിക്കുന്നതെന്ന് പലപ്പോഴും നമുക്കറിയുന്നില്ല എങ്കിലും അറിയുന്നൊരു പൈശാചിക മണ്ഡലമുണ്ട്. ഒരാമേൻ പറഞ്ഞേ. ഇന്നത്തെ ഞെരുക്കങ്ങളും ഇന്നത്തെ തകർച്ചകളും ഇന്നത്തെ കഷ്ടതകളും ഇന്നത്തെ നെടുവീർപ്പുകളും പിശാച് ആഞ്ഞു ശ്രമിക്കുന്നത് നീ എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ പദ്ധതിയിൽ കയറരുതെന്ന് പറഞ്ഞാണ്. പക്ഷെ എന്റെ മേൽ വീണ പുതപ്പ് തെളിയിക്കുന്നതാണ് ആ വാഗ്ദത്തത്തെ ദൈവം തെളിയിക്കും. ആ വാഗ്ദത്തത്തെ എന്നിലൂടെ ദൈവം പൂർത്തീകരിക്കും. ഒരാമേൻ പറഞ്ഞ് പിശാച് തന്ത്രപൂർവം തിരിച്ചറിയുകയും പാപത്തിലൂടെ ആദാമിനെ ദൈവത്തിന്റെ മകൻ എന്ന പൊസിഷനിൽ നിന്ന് തള്ളിയിടുകയും ചെയ്തു. ഒരാമേൻ പറഞ്ഞേ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. ആദാം എന്നുവരെ പാപം ചെയ്തോ, എന്നു മുതലാണോ പാപം ചെയ്തത് അതുവരെ ആദാം അറിയപ്പെട്ടത് ദൈവത്തിന്റെ മകനായിട്ടാണ്. എന്നാൽ എന്നാണോ ആദാം പാപം ചെയ്തത് ആദാമിൽ വ്യാപരിച്ച പുത്രത്വത്തിന്റെ ആത്മാവ് ആദാമിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എത്ര പേർ അംഗീകരിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. പാപം ചെയ്തപ്പോൾ ആദാമിൽ നിന്ന് പുത്രത്വത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. ആദാമും ദൈവവും തമ്മിലുള്ള ബന്ധം അപ്പൻ മകൻ ബന്ധമായിരുന്നു. ആദാം എന്ന് പാപം ചെയ്തു അന്ന് വരെ ആദാമും ദൈവവും തമ്മിലുള്ള ബന്ധം അപ്പനും മകനും എന്ന ബന്ധമായിരുന്നു. എല്ലാ ദിവസവും വെയിലാറാകുന്ന സമയത്ത് പിതാവ് തന്റെ മകനെയും തന്റെ മകളെയും കാണുവാൻ ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിലെ ജീവിതം അസാധാരണമായിരുന്നു. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും നിറഞ്ഞ ഏദൻ തോട്ടം. ഒരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തോട് വിശേഷങ്ങൾ പറയുന്ന പിതാവും മക്കളും ഒരുമിച്ച് കൂടുന്ന ഇടമായിരുന്നു ഏദൻ തോട്ടം. എന്നാൽ പിശാച് തന്ത്രപൂർവം ആദാമിനെ പാപം ചെയ്യിച്ചപ്പോൾ അവിടെ നഷ്ടപ്പെട്ടത് പിതാവും മകനും എന്ന ബന്ധമായിരുന്നു. ഒരാമേൻ പറഞ്ഞേ. അവിടെ നഷ്ടപ്പെട്ടത് പിതാവും മകനും എന്ന ബന്ധമായിരുന്നു. ഹല്ലേലൂയ. ആദാം പാപം ചെയ്തു. ആദാമിന് നഷ്ടപ്പെട്ടത് പുത്രത്വമായിരുന്നു. പിതാവിന് മാറ്റം സംഭവിച്ചില്ല. പക്ഷെ പുത്രന്റെ മേൽ നിന്ന് പുത്രത്വത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ പുത്രൻ ദാസനായി മാറി. ഹല്ലേലൂയ. പുത്രൻ ദാസനായി മാറി. നമുക്ക് ആ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ഇപ്രകാരം അറിയാൻ പറ്റും. അവർ ഉടനെ തങ്ങളുടെ കണ്ണു തുറന്നു തങ്ങൾ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. അതിന് മുകളിലോട്ട് വായിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ കഴിയും. മനുഷ്യർ ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. ഹല്ലേലൂയ. കാരണം അവരുടെ നഗ്നതയെ മറച്ചുകൊണ്ട് പുത്രത്വത്തിന്റെ ആത്മാവ് വ്യാപരിച്ചിരുന്നു. എപ്പോൾ ആദാമിൽ നിന്നും ഹൗവയുടെ മേൽ നിന്നും പുത്രത്വത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടോ ഉടനെ അവർ തിരിച്ചറിഞ്ഞു തങ്ങൾ നഗ്നരാണെന്ന്. തങ്ങൾ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞ ആദാമും ഹൗവയും തങ്ങളുടെ ബുദ്ധിയിൽ തോന്നിയതുപോലെ അത്തിയില കൂട്ടിത്തുന്നി ഒരു വസ്ത്രമുണ്ടാക്കി. പതുപോലെ പിതാവായ ദൈവം തന്റെ മക്കളായ ആദാമിനെ ഹൗവയെയും തിരക്കി ഏദൻ തോട്ടത്തിൽ വന്നപ്പോൾ അതുവരെ പിതാവിന്റെ വരവിനെ പ്രതീക്ഷയോടെ ഇരുന്ന ആദാമും ഹൗവയും ആദ്യമായിട്ട് ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചു. ഒരാമേൻ പറഞ്ഞേ. അതുവരെ ദൈവത്തോട് കൂട്ടായ്മ പങ്കിടുവാൻ സന്തോഷത്തോടെ പ്രതീക്ഷയുടെ ആഗ്രഹത്തോടെ കാത്തിരുന്ന തന്റെ മക്കളായ ആദാമും ഹൗവയും പിതാവായ ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചു. ഹല്ലേലൂയ. പിതാവായ ദൈവം ഏദൻ തോട്ടത്തിൽ വന്നു നിന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആദാമേ നീ എവിടെ? ആദാമേ നീ എവിടെ? ആ ചോദ്യം 2025 ഓഗസ്റ്റ് മാസം 2-ാം തീയതിയും പിതാവായ ദൈവം ലോകത്തെ നോക്കി വിളിക്കുന്നു. മനുഷ്യ നീ എവിടെ? ഒരാമേൻ പറഞ്ഞേ. മനുഷ്യ നീ എവിടെ? നിന്നെ ഇരുത്തിയ പൊസിഷനിലല്ല നീ ഇന്ന് ഇരിക്കുന്നതെങ്കിൽ ആ ആദാമിനോട് ചോദിച്ച അതേ ചോദ്യം ഈ മാസം ഈ 2-ാം തീയതിയിലും പിതാവ് ചോദിക്കുന്നു. മനുഷ്യ നീ എവിടെ? ഹല്ലേലൂയ. ദൈവം നോക്കി. അവിടുത്തെ വിശേഷങ്ങളെല്ലാം നമുക്കറിയാം, അവിടുത്തെ വിഷയമെല്ലാം അറിയാം. ദൈവം നോക്കിയപ്പോൾ ഇവർ അത്തിയില കൂട്ടി തുന്നി ഒരു വസ്ത്രമുണ്ടാക്കി തങ്ങളെ തന്നെ മറച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പന് മക്കളോട് കരുണ തോന്നും.
പിതാവിന്റെ ആദ്യത്തെ കരുണ വെളിപ്പെട്ടത് അവിടെയാണ്. കാരണം അവർ ഉണ്ടാക്കിയ വസ്ത്രം അവർക്ക് യോഗ്യമല്ല എന്ന് പിതാവിനറിയാം. ഈ വസ്ത്രത്തിന്റെ കാലാവധി എന്തുമാത്രമെന്ന് പിതാവായ ദൈവത്തിനറിയാം. ഈ വസ്ത്രത്തിന്റെ പരിധിയും പരിമിതിയും പിതാവായ ദൈവത്തിനറിയാം. അവിടെ ഒരു മൃഗത്തെ കൊന്നിട്ട് അതിന്റെ തോലുകൊണ്ട് ആദാമിനെ ഹൗവയും ദൈവം ഉടുപ്പിച്ചു. ആദാമും ഹൗവയും പുത്രത്വത്തിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി നിൽക്കുമ്പോഴും പിതാവായ ദൈവം തന്റെ മക്കളോട് കരുണ കാണിക്കുകയാണ്. ഒരു മൃഗത്തെ കൊന്നിട്ട് അതിന്റെ തോലുകൊണ്ട് തങ്ങളുടെ മക്കളെ ഉടുപ്പിച്ചു. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടു. പാപം മുഖാന്തിരം നഗ്നരായ മനുഷ്യരെ, പാപം മുഖാന്തിരം പുത്രത്വം നഷ്ടപ്പെട്ട മനുഷ്യരെ ഉടുപ്പിക്കുവാൻ കാൽവരിയിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ കുഞ്ഞാടിൽ ഊനമില്ലായിരുന്നു, ആ കുഞ്ഞാട് അശുദ്ധിയില്ലായിരുന്നു, ആ കുഞ്ഞാട് വിശുദ്ധമായിരുന്നു. ആ കുഞ്ഞാട് ലോകത്തിന്റെ കുഞ്ഞാടായിരുന്നില്ല, ആ കുഞ്ഞാട് ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു. ആ കുഞ്ഞാട് മരിക്കുന്നത് വരെ യാഗങ്ങൾക്ക് മനുഷ്യൻ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുക. പക്ഷെ യഥാർത്ഥ യാഗത്തിന് വേണ്ടി ദൈവം ലോകത്തിന് തന്ന കുഞ്ഞാടാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കുഞ്ഞാടിൽ ഊനമില്ലായിരുന്നു, ആ കുഞ്ഞാടിൽ അശുദ്ധിയില്ലായിരുന്നു, ആ കുഞ്ഞാടിൽ പാപമില്ലായിരുന്നു. പാപം അറിയാത്തവനെ നാം അവന് ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി അവനെ പാപമാക്കി. ഇന്ന് ഇതിനകത്തിരുന്ന് ആരാധിക്കാനുള്ള പ്രാഗൽഭ്യം എന്താണെന്ന് അറിയാമോ? ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ ഇത്രയും അഭിമാനത്തോടെ പ്രതീക്ഷയോടെ വന്നിരിക്കുവാൻ കാരണം ഒരു കുഞ്ഞാട് കാൽവരിയിൽ തകർക്കപ്പെട്ടതാണ്. ഒരു കുഞ്ഞാട് കാൽവരിയിൽ തകർക്കപ്പെട്ടതാണ്. ആ തോലുകൊണ്ട്, ആ രക്തം കൊണ്ട് എന്നെ കഴുകിയതാണ്. ആ രക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിച്ചത് കൊണ്ടാണ് ഇന്ന് പകലിൽ ഇത്രയും ധൈര്യത്തോടെ പിതാവിന്റെ സന്നിധി അപ്പന് മക്കളോട് കരുണയുണ്ട്, അപ്പന് മക്കളോട് കരുണയുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആ ദൂത് ഇതിനകത്ത് വീണ്ടും വീണ്ടും ആവർത്തിപ്പിക്കുന്നു. ദൈവത്തിന് നിന്നോട് കരുണയുണ്ട്, പിതാവിന് നിന്നോട് കരുണയുണ്ട്. പിതാവായ ദൈവം ആരംഭത്തിൽ തന്നെ ആദാമിന് ഹൗവയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്ത്, തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, അതിന്റെ ഫലം കഴിക്കരുതെന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുത്തിട്ടും ആ മുന്നറിയിപ്പിനെ ലംഘിച്ചു. എന്നിട്ടും ദൈവം പിതാവ് അവരെ തള്ളിക്കളഞ്ഞില്ല. ആദാമല്ല ദൈവത്തെ സൃഷ്ടിച്ചത്, ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് കൊണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? അപ്പൻ മകനെ സൃഷ്ടിച്ചത് കൊണ്ട് മകൻ അപ്പനെ തള്ളിയാല് അപ്പന് മകനെ തള്ളുവാൻ കഴിയത്തില്ല. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പ്രവചിക്കുന്നു. നീ പിതാവിൽ നിന്ന് അകലെയാണെങ്കിൽ പിതാവ് നിന്നിൽ നിന്ന് അകലെയല്ല. Come on, church. നീ പിതാവിൽ നിന്ന് അകലെയാണെങ്കിൽ പിതാവ് നിന്നിൽ നിന്ന് അകലെയല്ല. നീ ദൂരത്താണെങ്കിൽ നിന്റെ അടുത്ത് പിതാവ് നിൽപ്പുണ്ട്. ആദാം പാപം ചെയ്യുന്നത് വരെ യഹോവയായ ദൈവത്തെ പിതാവ് എന്നാ വിളിച്ചിരുന്നേ, അപ്പ എന്നാ വിളിച്ചിരുന്നത്. പക്ഷെ പാപം ചെയ്തപ്പോൾ ആദാമിൽ നിന്ന് പുത്രത്വത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. ആദാം ആദ്യമായി ഓടി ഒളിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആദാം ആദ്യമായി പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിച്ചു. ദൈവം വിട്ടില്ല. പിതാവിന്റെ ആദ്യത്തെ കരുണ അവിടെ വെളിപ്പെട്ടു. ആദാം മുതൽ യേശുക്രിസ്തുവിന്റെ നാൾ വരെ, യേശുക്രിസ്തു വരെ, അഥവാ യോഹന്നാൻ സ്നാപകന്റെ നാൾ വരെ യഹോവയായ ദൈവം പിന്നെ പിതാവായിട്ട് വെളിപ്പെട്ടിട്ടില്ല. ഒരാമേൻ പറഞ്ഞേ. പിതാവായിട്ട് വെളിപ്പെട്ടിട്ടില്ല. അബ്രഹാമിനെ അവൻ സർവശക്തനായ ദൈവമായി വെളിപ്പെട്ടു, എൽ ശദ്ദായിയായ ദൈവമായി വെളിപ്പെട്ടു.
മോശ ചോദിച്ചു, ദൈവം നിന്റെ പേരെന്താ? മോശയ്ക്ക് അവൻ ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന നാമത്തിൽ മോശയ്ക്ക് വെളിപ്പെട്ടു. ഏലിയാവിന് യഹോവയായ ദൈവം വെളിപ്പെട്ടത് പിതാവായിട്ടല്ല, തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവമായിട്ട്. ഇസ്രായേലിൽ യഹോവയായ ദൈവം വെളിപ്പെട്ടത് യഹോവ റാഫയായി വെളിപ്പെട്ടിട്ടുണ്ട്, യഹോവ നിസ്സിയായി വെളിപ്പെട്ടിട്ടുണ്ട്, യഹോവ ശാലോമായി വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ യഹോവ പിതാവായി വെളിപ്പെട്ടിട്ടില്ല. ഒരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. യഹോവ നിസ്സിയായി വെളിപ്പെട്ടിട്ടുണ്ട്, യഹോവ ശാലോമായി വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആർക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയത് എൽ ശദ്ദായി ആയിട്ടല്ല. പിതാവിനെ യേശു വെളിപ്പെടുത്തിയത്, ദൈവത്തെ യേശു വെളിപ്പെടുത്തിയത് ജീസസ് യഹോവ ശാലോമായിട്ടല്ല, യഹോവ നിസ്സിയായിട്ടല്ല, ജീസസ് എലോഹിമായിട്ടല്ല. യേശു ദൈവത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തിയത് പിതാവായിട്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഒരു സീസൺ മുഴുവൻ യഹോവ ദൈവമായിട്ട് വെളിപ്പെടും, ശദ്ദായിയായി, ഞാനാകുന്നവൻ ഞാനായിട്ട്, തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവമായിട്ട്. പക്ഷെ പുത്രൻ ഇറങ്ങി വന്നത് ഇതായിട്ടല്ല, യഥാർത്ഥത്തിൽ ദൈവം ആരാണോ അതായിട്ട് വെളിപ്പെടുത്തുവാനാ. അന്ധനാഥന യഹോവ റാഫ സത്യമാണ്, യഹോവ നിസ്സി സത്യമാണ്, യഹോവ ശാലോം സത്യമാണ്, ഇതെല്ലാം സത്യമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ യഹോവ എന്റെ പിതാവാണ്. ഒരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ജീസസ് യഹോവ റാഫയായി വെളിപ്പെടുമ്പോഴുള്ള വിഷയം പറയാം. യഹോവ റാഫയായി വെളിപ്പെട്ടാൽ അവിടെ സൗഖ്യം മാത്രമേ വെളിപ്പെടുത്തുള്ളൂ. യഹോവ നിസ്സിയായി വെളിപ്പെട്ടാൽ അവിടെ ജയം മാത്രമേ വെളിപ്പെടുത്തുള്ളൂ. യഹോവ ശാലോമായി വെളിപ്പെട്ടാൽ അവിടെ സമാധാനം മാത്രമേ വെളിപ്പെടുത്തുള്ളൂ. പക്ഷെ ഇന്ന് പകൽ യഹോവ പിതാവായിട്ട് വെളിപ്പെട്ടാൽ പിതാവിൽ ശാലോമുണ്ട്, പിതാവിൽ റാഫയുണ്ട്, പിതാവിൽ എൽ ശദ്ദായി ഉണ്ട്, പിതാവിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഇതിനകത്ത് ചോദിക്കുന്നു. ചിലർക്ക് റാഫയെ മതി, ചിലർക്ക് നിസ്സിയെ മതി, ചിലർക്ക് എൽ ശദ്ദായിയെ മതി. പക്ഷെ ഇതിനകത്ത് ചോദിക്കുന്നു, എന്നെ പിതാവായിട്ട് ആർക്ക് വേണം? എന്നെ പിതാവായിട്ട് ആർക്ക് വേണം? ഓ, ദൈവത്തെ പിതാവായി സ്വീകരിക്കുന്ന ഒരു തലമുറ ഇതിനകത്തുണ്ട്. ദൈവത്തെ പിതാവായി ഏറ്റെടുത്ത് യെസ് ആരൊക്കെ എടുക്കുന്നു? ആരൊക്കെ എടുക്കുന്നു? സ്വീകരിക്ക്, പിതാവായി സ്വീകരിക്ക്, പിതാവായി സ്വീകരിക്ക്, പിതാവായി സ്വീകരിക്ക്. റാഫയേക്കാൾ വലുത് അവൻ പിതാവാണ്. റാഫയെ സ്വീകരിച്ചാൽ സൗഖ്യം മാത്രം കിട്ടും, പിതാവിനെ സ്വീകരിച്ചാൽ സകലതും. നിസ്സിയെ സ്വീകരിച്ചാൽ ജയം കിട്ടും. പക്ഷെ പിതാവായി സ്വീകരിക്കാൻ എത്ര പേർ തയ്യാറാണ്? ആരന്റെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ആ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി, ഓ ജീസസ്, 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 അപ്പാ, ഞങ്ങൾക്ക് അങ്ങ് അപ്പാ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. ഓ സഭ ഒന്ന് പറയാമോ? എത്ര പേർ പറയും ഹൃദയം കൊണ്ട്? ഞങ്ങൾക്ക് അങ്ങ് അപ്പാ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. ഞങ്ങൾക്ക് അങ്ങ് അപ്പാ എന്ന്. ദൈവം എനിക്ക് പിതാവാണ്.
ദൈവം എനിക്ക് പിതാവാണ്. യേശു ക്രിസ്തു വന്നത് എന്തിനാണെന്ന് അറിയാമോ? എന്നെ മകനാക്കി മാറ്റുവാൻ. ഒരാമേൻ പറഞ്ഞേ, ജീസസ്. ഹല്ലേലൂയ. യേശു ഭൂമിയിൽ വന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്തത് പിതാവേ എന്നാണ്. ഒരാമേൻ പറഞ്ഞേ, യേശു ഭൂമിയിൽ ദൈവത്തെ അഭിസംബോധന ചെയ്തത് പിതാവായിട്ടാണ്. ഹല്ലേലൂയ. തന്റെ വാക്കിലൂടെയും തന്റെ പ്രവൃത്തിയിലൂടെയും യേശു പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി. ഒരാമേൻ പറഞ്ഞേ, യേശു വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി. യേശു പറഞ്ഞു, എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിതാവ് എന്നിൽ വസിച്ചിട്ടാ. കുരുടന്റെ കണ്ണ് തുറന്നപ്പോൾ അവിടെ വെളിപ്പെട്ടത് പിതാവിന്റെ സ്നേഹമായിരുന്നു. ചെകിടന്റെ കാത് തുറക്കപ്പെട്ടപ്പോൾ അവിടെ വെളിപ്പെട്ടത് പിതാവിന്റെ സ്നേഹമായിരുന്നു. മുടന്തന്റെ കാല് സൗഖ്യമായപ്പോൾ അവിടെ വെളിപ്പെട്ടത് പിതാവിന്റെ ഇഷ്ടമായിരുന്നു. യേശു ഭൂമിയിൽ വെളിപ്പെടുത്തിയത് യേശുവിനെ അല്ല. യേശു എന്തെങ്കിലും വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പിതാവിനെയാണ്. യേശുവിനെ യഹൂദന്മാർ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചതിന്റെ പുറകിലുള്ള ഒരു കാരണം യേശു ദൈവത്തെ സ്വന്തം പിതാവെന്ന് പറഞ്ഞത് കൊണ്ടാ. പറഞ്ഞേ, യേശുവിനെ യഹൂദന്മാർ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചതിന് ഒരു കാരണം ദൈവത്തെ പിതാവെന്ന് പറഞ്ഞ് തന്നെ താൻ സമമാക്കിയത് കൊണ്ടാ. ജീസസ്. ഹല്ലേലൂയ. ജീസസ് ഓരോ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലൂടെയും യേശുവിലൂടെ വെളിപ്പെട്ടത് പിതാവായിരുന്നു. യേശുവിലൂടെ വെളിപ്പെട്ടത് പിതാവായിരുന്നു. യേശുവിന്റെ സ്വഭാവത്തിലൂടെ വെളിപ്പെട്ടത് പിതാവിന്റെ സ്വഭാവമായിരുന്നു. പഴയ നിയമസഭയ്ക്ക് അവർക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവ് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, കാതിന് പകരം കണ്ണ്. പക്ഷെ യഥാർത്ഥമായിട്ട് പിതാവ് അതല്ലായിരുന്നു. യജമാനിൽ അത് കാണാം, പക്ഷെ പിതാവിൽ സ്നേഹമേ കാണത്തുള്ളൂ. ഒരാമേൻ പറഞ്ഞേ, നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവുണ്ട്. നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവുണ്ട്. ആ വാക്കൊന്നുകൂടെ ആവർത്തിക്കുന്നു, നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവുണ്ട്. ജീസസ്. ചിലർ എന്റെ ദൈവത്തെ ഒതുക്കി കളഞ്ഞു. ചിലർ എന്റെ ദൈവത്തെ ഒതുക്കി കളഞ്ഞു. ചിലർ സൗഖ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഏതൊക്കെയോ മേഖലകളിൽ ദൈവത്തെ ഒതുക്കി കളഞ്ഞു. ചിലർ ഏതൊക്കെയോ വിടുതലിന് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നിലവാരത്തിൽ എന്റെ ദൈവത്തെ ഒതുക്കി കളഞ്ഞു. പക്ഷെ ദൈവത്തെ ഒതുക്കാത്തൊരു തലമുറ, ദൈവത്തെ ഒതുക്കാത്തൊരു തലമുറ എനിക്കറിയാം ഇതിനകത്തുണ്ട്. ഒരു സന്തതി എഴുന്നേൽക്ക്, ഒരു സന്തതി എഴുന്നേൽക്ക്. ദൈവത്തെ പിതാവെന്ന് പറഞ്ഞ് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന, ദൈവത്തെ പിതാവെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തുന്ന ഒരു സന്തതി ഇതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരും. പഴയ നിയമത്തിൽ പ്രമാണം കൊടുക്കുമ്പോൾ അഹരോനോട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ സന്തതിയിൽ ഊനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, മുടന്തനായിട്ടോ കുരുടനായിട്ടോ എന്തെങ്കിലും വൈകല്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ യാഗപീഠത്തിന്റെ അടുക്കൽ വരരുത്, ദൈവത്തിന് യാഗം അർപ്പിക്കരുത്. ഒരാമേൻ പറഞ്ഞേ. ഇവരുടെ സൃഷ്ടാവാരാ? കൽപ്പന കൊടുത്തപ്പോൾ പറയുകയാണ്, മുടന്തനോ ഊമനോ ചെകിടനോ അങ്ങനെയുള്ള ഒരു കാറ്റഗറി പറഞ്ഞിട്ട് പറയുക, ഇവർ ദൈവാലയത്തിനകത്തേക്ക് യാഗം കഴിക്കുവാൻ വരരുത്, ഇവർ യാഗം കഴിക്കരുത്. ഹല്ലേലൂയ. പക്ഷേ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി യഥാർത്ഥമായിട്ട് അവർക്ക് യാഗപീഠത്തിലേക്കുള്ള പ്രവേശനത്തെ നിരസിച്ചുള്ളൂ. പക്ഷെ അവരുടെ അടുക്കൽ പിതാവ് ഇറങ്ങിപ്പോയി. ഒന്നുകൂടെ
അവരെ യാഗപീഠത്തിൽ ദൈവം വിലക്കി. അവരെ യാഗപീഠത്തിൽ യാഗം അർപ്പിക്കുന്നത് വിലക്കി. പക്ഷെ ദൈവത്തിന് അന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഒരിക്കൽ എന്റെ പുത്രൻ ഭൂമിയിൽ എന്നെ വെളിപ്പെടുത്തും. ഒരിക്കൽ ഞാൻ പുത്രനിലൂടെ വെളിപ്പെടും. അന്ന് എന്റെ ഹൃദയം വെളിപ്പെടുത്തുക. യേശു പിതാവിനെ വെളിപ്പെടുത്തിയത് എങ്ങനെയെന്നറിയാമോ? കുഷ്ഠരോഗിയുടെ അടുത്ത് വന്ന് യേശു അവരെ തൊട്ടു. ചെകിടന്റെ കാതിന് യേശു തൊട്ടു, കുരുടന്റെ കണ്ണിന് യേശു തൊട്ടു. അതിലൂടെ എല്ലാം ഒരു സീസണിൽ വിലക്കിയതിന് അടുത്തൊരു സീസണിൽ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി. ഈ സഭയെ നോക്കി ആത്മാവിനെ ഡിക്ലെയർ ചെയ്യുന്നു. ഏതൊക്കെയോ കാലഘട്ടത്തിൽ ചില അഭിഷിക്തന്മാർക്ക് നേരെ വീണ വിലക്കുകളെ പരിശുദ്ധാത്മാവ് പൊളിച്ച് അവിടേക്ക് അടുത്തൊരു മഹത്വ പ്രവേശനം. ഞാൻ ആത്മാവ് ഡിക്ലെയർ ചെയ്യുന്നു. ചില വിലക്കുകൾ പൊളിയുന്നു. ചില വിലക്കുകളെ പരിശുദ്ധാത്മാവ് പൊളിക്കുക. ചില വിലക്കുകൾ ആത്മമണ്ഡലത്തിൽ വീണ ചില വിലക്കുകളെ സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകല് സഭയുടെ വളർച്ച, സഭയുടെ ഉയർച്ച, അടുത്ത തലമുറകളുടെ എഴുന്നേൽപ്പിനെ തടയുന്ന പൈശാചിക വിലക്കുകളെ സഭ ആത്മാവിൽ റിസീവ്. പൊളിക്ക് 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 ചില വിലക്കുകളെ. യെസ്, അഭിഷേകത്തിൽ പുത്രത്വത്തിന്റെ ആത്മാവിന്റെ അതിനെ പൊളിക്ക്. പൊളിച്ചു കളയുക, പൊളിച്ചു കളയുക. ഓ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ചില വിലക്കുകളെ നീ പൊളിച്ചാൽ പൊളിയ, നീ പൊളിച്ചാൽ പൊളിയ, നീ തകർത്താൽ തകരും. ചില പ്രവചന ശബ്ദങ്ങൾക്ക് മീതെ വീണ് കിടക്കുന്ന ചില വിലക്കുകൾ പൊട്ടിമാറട്ടെ. ചില ശുശ്രൂഷകൾക്ക് മീതെ വീണ് കിടക്കുന്ന പൈശാചിക വിലക്കുകൾ പൊളിക്ക് പൊളിക്ക്. ചതര വിലക്കുകൾ പൊളിയട്ടെ. ചില വിലങ്ങുകൾ പൊളിയുന്നു, ചില വിലങ്ങുകൾ പൊളിയുന്നു. ഒരു നിമിഷം ആ കരങ്ങൾ ഉയർത്തി, ആ കണ്ണുകൾ അടച്ച്. ഓ ജീസസ്, ഓ ജീസസ്. ഇതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നു, ചില ശുശ്രൂഷകളുടെ മീതെ കിടക്കുന്ന വിലക്കുകളെ, ചിലത് പൊങ്ങി വരുവാൻ കഴിയാതെ വണ്ണ വീണ് കിടക്കുന്ന ചില വിലക്കുകളെ ഇന്നത്തെ പകലിൽ പരിശുദ്ധാത്മാവ് പൊളിച്ചു കളയും. പൊളിച്ചു കളയുക. ചില കൃപാവരങ്ങൾ ചൊലിക്കുവാൻ കഴിയാതെ ചില വിത്തുണ്ടകത്ത്, പക്ഷെ അത് പൊട്ടി മുള പുറത്തു വരുവാൻ കഴിയാതെ വണ്ണ അതിനെ പിടിച്ചു ഒതുക്കുന്ന ചില മേഖലകളിൽ ഇന്ന് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ ചിലതിന്റെ മേൽ ആ നിയോഗം വന്ന് വീഴുന്നു. ഈ അന്തരീക്ഷത്തിൽ ഞാൻ തിരിച്ചറിയുന്നു, ശ്രീജു ബ്രദറിന്റെ ഭാര്യയുടെ മേൽ ആ ദൈവത്തിന്റെ കരം വരുന്നത് എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാം. ഓ ആരും കാഴ്ചക്കാരായി നിൽക്കരുത്. ആ കരങ്ങൾ ഉയർത്തി പിടിക്കാൻ കഴിയുന്നവർ ഓ നിന്റെ മേൽ കിടക്കുന്ന ചില ലോക്കുകൾ ഇന്ന് പകലിൽ അൺലോക്ക് ആകുന്നു. ചിലത് ചോദിക്കുക, ചിലത് ചോദിക്കുക ഈ മാസം, ചിലത് ചോദിക്കുക ഈ മാസം. യെസ്, നിന്റെ ശുശ്രൂഷ ഈ മാസം ദൈവം വെളിപ്പെടുത്താം. പരിശുദ്ധാത്മാവിനോട് പറയുന്നു,
അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ സ്വർഗം ഈ മാസം തുറക്കാൻ പോകുന്നു. സഭയ്ക്ക് മീതെ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളെ ചില കുടുംബങ്ങൾക്ക് മീതെ അടഞ്ഞു കിടക്കുന്ന എത്ര മുട്ടിയിട്ട് തുറക്കാത്ത ചില വാതിലുകൾ ഓഗസ്റ്റ് മാസത്തിൽ പരിശുദ്ധാത്മാവ് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ സാമ്പത്തിക വിടുതലുകൾ, സാമ്പത്തിക വിടുതലുകൾ. ദൈവം ചിലത് കൽപ്പിക്കുന്നു, ദൈവം ചിലത് കൽപ്പിക്കുന്നു, ദൈവം ചിലത് കൽപ്പിക്കുന്നു, ദൈവം ചിലത് കൽപ്പിക്കുന്നു. മത്സ്യത്തോട് പത്രോസിനുള്ളത് കൽപ്പിച്ചതുപോലെ ചില ബ്ലോക്കുകൾ മാറി ആ നദി വീണ്ടും ഒഴുകുന്നു, ആ നദി വീണ്ടും ഒഴുകുന്നു. പൊട്ടിക്ക്, ചില ആത്മാവിൽ തകർക്ക്. ദൂതൻ ഇറങ്ങുന്നു, ദൂതന്മാർ. കല്ലറയുടെ മുമ്പിൽ ഉരുട്ടി വെച്ച കല്ലിനെ ആര് ഉരുട്ടി മാറ്റുമെന്ന ചോദ്യത്തോടെ മുന്നോട്ട് നീങ്ങിയ മറിയ കണ്ടത് കല്ല് മാറിയ കാഴ്ചയാണ്. ഞാൻ ഇതിനകത്ത് വിശ്വസിക്കുന്ന എന്റെ അകത്തൊരു പ്രേരണയുണ്ട്. ഇതുപോലെ എന്റെ വിഷയത്തിന് ആരും പരിഹാരം തരിക, എനിക്ക് ആരും മറുപടി തരിക ഇല്ല. ഇന്ന് പകലിൽ ഞാൻ ആത്മാവ് വിളിച്ചു പറയുന്നു, കല്ലറയുടെ മുമ്പിൽ ഇറങ്ങിയത് ദൂതനാ. പക്ഷെ 2025 നിന്റെ വിഷയത്തെ പരിഹരിക്കുവാൻ ദൂതനല്ല, നിന്റെ അപ്പൻ ഇറങ്ങും. പിതാവറങ്ങും, 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 പിതാവറങ്ങും. ചില മറുപടികളുമായി ദൂതന്മാരല്ല, നിന്റെ സ്വർഗീയ പിതാവ്. യേശു ഒരിക്കലും യേശുവിനെ വെളിപ്പെടുത്തിയില്ല. യേശു മുഴുവൻ വെളിപ്പെടുത്തിയത് പിതാവിനെയാ. പാപി പാപത്തിൽ മരിക്കണമെന്നത് ദൈവത്തിന്റെ ഇഷ്ടമല്ല. ഒന്നുകൂടെ, പാപി പാപത്തിൽ മരിക്കണമെന്നത് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ ഒന്നുകൂടെ കയറി പറയട്ടെ, രോഗി രോഗത്തിൽ മരിക്കണമെന്നത് പിതാവിന്റെ ഇഷ്ടമല്ല. ശപിക്കപ്പെട്ടവൻ ശാപത്തിൽ മരിക്കണമെന്നുള്ളത് നിങ്ങളിൽ കടന്നു പോകുന്ന ഇരുട്ടിക്കോ ഞെരുക്കമുള്ള വാതിലൂടെ കടന്നു പോകണമെന്നത് പിതാവിന്റെ ഇഷ്ടമല്ല. ഒരാമേൻ പറഞ്ഞേ. ജീസസ് യേശു കുരുടനെ സൗഖ്യമാക്കിയപ്പോൾ ലോകം അവനെ വിമർശിച്ചു. പരീക്ഷന്മാരും ശാസ്ത്രിമാരും യേശുവിനെ വിമർശിച്ചു. ലോകം മുഴുവനെ കുറ്റം ചുമത്തി, എറിയുവാൻ കല്ലെടുത്തു. പക്ഷെ ചിരിച്ച ഒരു പിതാവുണ്ട്. ഒരാമേ പറഞ്ഞേ. ലാസർ കല്ലറയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അതിനെതിരെ സംസാരിക്കാൻ ഒത്തിരി പരീക്ഷന്മാരും സദൂക്യരും ഉണ്ടായിരുന്നു.
പക്ഷെ യേശു അവരുടെ മുഖത്ത് നോക്കിയില്ല. യേശു പിതാവിന്റെ മുഖത്ത് നോക്കിയപ്പോൾ പിതാവ് ചിരിക്കുന്നു. യേശുവിലൂടെ വെളിപ്പെട്ടത് പിതാവാ. ഒരാമേ പറഞ്ഞേ. 30 വയസ്സ് വരെ യേശുവായിരുന്ന ദേശത്തിൽ അറിഞ്ഞത് ഇവൻ തച്ചന്റെ മകൻ, ഇവന്റെ സഹോദരങ്ങളെ നമുക്കറിയാം. യാക്കോബ്, യൂദ, യോസെ ഇവരെല്ലാം യേശുവിന്റെ സഹോദരങ്ങളല്ലേ. പക്ഷെ 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ ഒരുവൻ സ്നാനം കൊടുക്കുന്നുവെന്ന് കേട്ട ശബ്ദത്തിന്റെ മുമ്പിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ഉടനെ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവുന്നത് പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദാം പാപം ചെയ്തപ്പോൾ ആദാമിൽ നിന്ന് കയറിപ്പോയ പുത്രത്വത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ നീതി അനുസരിച്ച് യേശു സ്നാനപ്പെട്ട് കയറിയപ്പോൾ അന്ന് അടഞ്ഞ സ്വർഗം വീണ്ടും തുറന്നു. അന്ന് കയറിപ്പോയ ആത്മാവ് വീണ്ടും ഇറങ്ങി വന്നു. എന്നിട്ട് അടുത്തൊരു ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഓ വീണ്ടും ഇറങ്ങി വന്നു. യോഹന്നാന്റെ കൈക്കീഴിൽ ഒത്തിരി പേർ സ്നാനപ്പെടുന്നുണ്ട്. അവരാരും സ്നാനപ്പെട്ട് കയറിയിട്ട് സ്വർഗം തുറന്നില്ല. പരിശുദ്ധാത്മാവ് പ്രാവുന്നത് പോലെ ഇറങ്ങി വന്നില്ല. അവരാരും കേട്ടില്ല ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറയുന്നത്. പക്ഷെ പിതാവിന്റെ ഒറിജിനൽ പുത്രൻ ഇറങ്ങി സ്നാനപ്പെട്ട് കരയിലോട്ട് കയറിയപ്പോൾ ലോകം വിളിച്ചു പറഞ്ഞത് ഇവൻ തച്ചന്റെ മകൻ. പക്ഷെ സ്വർഗം വിളിച്ചു പറഞ്ഞു, ഇത് യോസഫിന്റെ സന്തതിയല്ല, ഇത് എന്റെ സന്തതിയാ. ഇത് യോസഫിന്റെ സന്തതിയല്ല, ഇവൻ ആചാര്യല്ല, ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. ഓ ചിലർ നിന്നെ വിളിച്ചു പറയും, നീ ഇങ്ങനെയുള്ള ആളാ, നീ അങ്ങനെയുള്ള ആളാ. പക്ഷെ പിതാവ് നിന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാലം വരുന്നു. മനുഷ്യൻ വെച്ച അളവുകോലുകൾ പൊളിയ, മനുഷ്യൻ വെച്ച അതിരുകൾ പോട്ട. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിന്റെ കുടുംബക്കാർക്ക് നിന്നെ കുറിച്ചൊരു പിക്ചറുണ്ട്, നിന്റെ മാതാപിതാക്കൾക്ക് നിന്നെ കുറിച്ചൊരു പിക്ചറുണ്ട്, നിന്റെ ദേശത്തിന് നിന്നെ കുറിച്ചൊരു പിക്ചറുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ അതിനെ പൊളിക്കും. ഓ ഞാനതിനെ പൊളിക്കാം. ചിലതിന്റെ മേൽ ഈ ദൂത് തീ പോലെ വന്നിറങ്ങുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. മനുഷ്യന്റെ കൺസെപ്റ്റുകളെ പൊളിക്കുന്ന പിതാവിന്റെ പ്രവൃത്തി. ചിലർ പറയുന്നു ഇവൻ ഇനി രക്ഷപ്പെടത്തില്ല, ചിലർ പറയുന്നു ഇവൻ ഇനി ഒന്നിനും കൊള്ളത്തില്ല, ഇവനിലൂടെ ഇനി ഒരു ഉയർച്ചയില്ല, തീർന്നോ. ഇവൻ ഇനി ഇങ്ങനെയാ, ഇവന്റെ മരണം വരെ ഇവൻ ഇനി ഇങ്ങനെയാ. പക്ഷെ ദൈവം തിരുത്തും. ദൈവം പിതാവ് പൊളിച്ചെഴുതാൻ പോകുന്നു. നീ ജനിച്ചത് യോസഫിൽ നിന്നല്ല, നീ ജനിച്ചത് യഥാർത്ഥ ദൈവത്തിൽ നിന്നാകയാൽ മുപ്പത് വയസ്സ് വരെ
യേശു നസറേത്തിലും ഗലീലയിലും കൂടെ ഒക്കെ നടക്കുമ്പോൾ അവർക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. അവർ വച്ചൊരു അതിരുണ്ട്. പക്ഷെ 30-ാമത്തെ വയസ്സിൽ ജനിക്കേണ്ടവനിൽ നിന്ന് ജനിച്ചപ്പോൾ 30-ാമത്തെ വയസ്സിൽ ജനിക്കേണ്ടവനിൽ നിന്ന് ജനിച്ചപ്പോൾ പിതാവ് തിരിച്ചെഴുതി, ഇവനൊരു സാധാരണക്കാരനല്ല, ഇവനൊരു നാച്ചുറൽ അല്ല, ഇവന്റെ അകത്തൊരു സൂപ്പർ നാച്ചുറൽ ഉണ്ട് എന്ന്. അടുത്ത 3.5 വർഷം ആർക്കും വിമർശിക്കാൻ കഴിയാത്ത ഈ രീതിയിൽ, ആർക്കും എതിർ പറയാൻ കഴിയാത്ത രീതിയിൽ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. കുടുംബക്കാരുടെ ഇടയിൽ നിന്ന് ഏറ്റ ചിലത് ഇതിനകത്തിരിപ്പുണ്ട്. കുടുംബക്കാരുടെ ഇടയിൽ നിന്ന് ഈ മാർഗത്തിന് വേണ്ടി ഇറങ്ങി ഏറ്റ ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. നീ കാത്തിരിക്കുക, ആ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക, ദൈവം നിന്നെ ഉയർത്തും. ഒരാമേ പറഞ്ഞേ. അടുത്ത 3.5 വർഷം പിതാവായ ദൈവത്തെ പുത്രൻ ഭൂമിയിൽ വെളിപ്പെടുത്തി. ഇതിനകത്ത് എത്ര പേർ തയ്യാറാ? അടുത്തൊരു സീസൺ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുന്നു. പിതാവിനെ വെളിപ്പെടുത്തുവാൻ എത്ര പേർ തയ്യാറാ? പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ എത്ര പേർ തയ്യാറാ? ഹദര ഹദര ജാര സന്ദരാദരാദര ധീരജാരാദര ശന്തരാദര. ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കർത്താവിനോട് പറയാമോ, ഇനി എനിക്ക് പിതാവിനെ വെളിപ്പെടുത്തണം, ഇനി എനിക്ക് പിതാവിനെ വെളിപ്പെടുത്തണം. എന്റെ ഭവനത്തിൽ ഇനി ഞാൻ വെളിപ്പെടില്ല, എന്റെ ഭവനത്തിൽ ഇനി പിശാച് വെളിപ്പെടില്ല, ഇനി എന്റെ ഭവനത്തിൽ പിതാവ്. യേശു 12-ാം വയസ്സിൽ ദൈവാലയത്തിൽ ഇരിക്കുമ്പോൾ 3 ദിവസം കഴിഞ്ഞ് മറിയയും യോസഫും വന്ന് ചോദിക്കുക, ഞങ്ങൾ നിന്നെ കുറിച്ച് എന്തുമാത്രം എരിഞ്ഞു, എന്തുമാത്രം വേദനിച്ചു. അന്ന് ആദ്യമായിട്ട് യേശു പറയുക, ഞാൻ എന്റെ പിതാവ് ഇരിക്കുന്നിടത്ത് ഇരിക്കേണ്ടതാകുന്നു. അന്ന് മുതൽ ക്രൂശീകരണം വരെ യേശു ദൈവത്തെ അഭിസംബോധന ചെയ്തത് പിതാവെന്നാണ്. പക്ഷെ ഒരിടത്ത് മാത്രം യേശു യഹോവയായ ദൈവത്തെ പിതാവെന്നല്ല അഭിസംബോധന ചെയ്തത്, ദൈവമേ എന്നാണ്. ക്രൂശിൽ കിടന്ന സമയം ഒരു പ്രാവശ്യം വിളിച്ചു, ഏലി ലമ്മാ ശബത. ഞാൻ ഇന്ന് എന്റെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നതിന്റെ ഏക കാരണം ക്രൂശിൽ ഒരിക്കൽ യേശു ദൈവമേ എന്ന് വിളിച്ചതാണ്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് എന്റെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നതിന് ഒരേ ഒരു കാരണം, ക്രൂശിൽ ഒരു പ്രാവശ്യം യേശു ദൈവത്തെ പിതാവേ എന്നല്ല ദൈവമേ എന്ന് വിളിച്ചു. പറഞ്ഞ് യേശു ദൈവമേ എന്ന് വിളിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് ധൈര്യത്തോടെ പിതാവേ എന്ന് വിളിക്കുന്നു. ക്രൂശീകരണത്തിൽ കയറിയത് യേശു പിതാവിന്റെ മുഖം കണ്ടുകൊണ്ടാ കയറിയത്. പക്ഷെ ക്രൂശീകരണത്തിന്റെ ഒരു വേളയിൽ പിതാവ് പുത്രന് മുഖം മറച്ചു. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തൊരു ഇരുട്ട്. ആ ഇരുട്ട് വന്നപ്പോൾ യേശു വിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഞാൻ വിശ്വസിക്കുന്നു ആ നിമിഷം പിതാവ് പുത്രനിൽ നിന്ന് മാറി നമ്മെ നോക്കുകയായിരുന്നു. അപ്പന് മക്കളോട് കരുണയുണ്ട്, അപ്പന് മക്കളോട് കരുണയുണ്ട്. ഇതിനകത്തിരിക്കുന്ന ചില മാതാപിതാക്കളോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാ, നിന്റെ പിതാവിന് നിന്നോട് കരുണയുണ്ട്. നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ ആദാമിൽ നഷ്ടപ്പെട്ടു പോയ നിന്നെ വീണ്ടും മകനായി മകളായി മാറ്റുവാൻ
പുത്രൻ ഒരിക്കൽ ദൈവമേ എന്ന് വിളിച്ചു. പുത്രൻ ഒരിക്കൽ ദൈവമേ എന്ന് വിളിച്ചു. പുത്രന്റെ നേരെ ഒരിക്കൽ മുഖം മറച്ചു. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ, എല്ലാ ഭാരങ്ങളും ചുമക്കും. കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും, കർത്തൻ തൻ കരത്താൽ നീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. ഒരാമേൻ പറഞ്ഞേ. പിതാവ് നമ്മോട് കാണിച്ച ഏറ്റവും വലിയ കരുണയാ പുത്രന്റെ ക്രൂശീകരണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പിതാവിന് യേശുവാണോ വലുത്, ഞാനാണോ വലുതെന്ന്. പലപ്പോഴും തോന്നിയിട്ടുണ്ട് യേശുവിനേക്കാൾ പിതാവിന് ഞാൻ വലുതായിട്ട്. കാരണം എന്നെ വീണ്ടെടുക്കാനാ. ഞാൻ വിലയുള്ളത് കൊണ്ടല്ലേ, നിങ്ങൾ വിലയുള്ളത് കൊണ്ടല്ലേ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത്. മനുഷ്യന് നീ വില കാണത്തില്ല, കൂടപ്പറമ്പുകൾക്ക് നീ വില കാണത്തില്ല. പക്ഷേ സ്വർഗത്തെക്കാൾ, തന്റെ സ്വന്തം പുത്രനേക്കാൾ പിതാവിന് നീ വിലയേറിയതാണ്. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി അപ്പാന്ന് വിളിച്ചേ. ഒരിക്കൽ കൂടെ ഒന്ന് വിളിച്ചേ. ഒന്നുകൂടെ വിളിച്ചേ. അപ്പന് മക്കളോട് കരുണയുണ്ട്. അപ്പന് മക്കളോട് കരുണയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, യേശുവിലൂടെ വെളിപ്പെട്ടത് പിതാവായ ദൈവമാണ്. ഒരിക്കൽ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെയും കൊണ്ട് പരീശന്മാരും സദൂക്യരും യേശുവിന്റെ അടുക്കൽ വന്നു. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അവർ പറയുകയാ, ഇവളെ വ്യഭിചാര കർമ്മത്തിൽ വച്ച് തന്നെ ഞങ്ങൾ പിടിച്ചിരിക്കുക. മോശയുടെ ന്യായപ്രമാണം പറയുന്നു ഇവളെ കല്ലെറിയണം. നീ എന്ത് പറയുന്നു? പ്രമാണം കൊടുത്തവന്റെ മുമ്പിൽ പ്രമാണവും കൊണ്ട് പരീശന്മാർ സദൂക്യരും വന്ന് നിൽക്കുകയാ. മോശയുടെ ന്യായപ്രമാണം പറയുന്നു ഇവളെ കല്ലെറിയണം. നീ എന്ത് പറയുന്നു? യേശു കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ജീസസ്. ഒരു നിമിഷം കഴിഞ്ഞ് യേശു നിവർന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ഹല്ലേലൂയ. പ്രമാണം കൊടുത്തവന്റെ മുമ്പിൽ പ്രമാണം കൊണ്ടുവന്ന് അവർ പറയുകയാ, ന്യായപ്രമാണം പറയുക ഇവളെ കല്ലെറിയണം. ഇസ്രായേലിന് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ പിതാവായ ദൈവം അവർക്ക് യജമാനനാണ്, അപ്പനല്ല. മോശ ദൈവഗ്രഹത്തിൽ വിശ്വസ്തനായ ദാസനാണ്. പക്ഷെ പുത്രൻ ദൈവഗ്രഹത്തിൽ ദാസനല്ല. മോശ ന്യായപ്രമാണം നിവർത്തുമ്പോൾ യേശുവിൽ നിവരുന്നത് ന്യായപ്രമാണമല്ല, പിതാവാണ്. ഒരാളെ പറഞ്ഞേ, ജീസസ്. ഇവിടെ കല്ലെറിയണമെന്ന കൽപ്പന ഇരിക്കെ തന്നെ, കൽപ്പന ഇരിക്കെ തന്നെ യജമാനന് ദാസിയോട് കരുണ തോന്നത്തില്ല, യജമാനന് ദാസനോട് കരുണ തോന്നത്തില്ല. പക്ഷെ അപ്പന്, മോശയ്ക്ക്
വിട്ടയക്കണമെന്നുണ്ടെങ്കിൽ മോശ വിട്ടാൽ കുറ്റം വേറെയാ, ആ ശിക്ഷ മോശ അനുഭവിക്കണം. പക്ഷെ പുത്രൻ വിട്ടാൽ, ഈ സ്ത്രീയുടെ മുമ്പിൽ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ പുത്രനല്ല, ഞാൻ പറയും പിതാവായിരിക്കുന്നത്. ജീസസ്, യേശുവിന് അറിയാം പിതാവിന്റെ ഇഷ്ടം, പിതാവിന്റെ ഹൃദയം അറിയുന്ന ഏക വ്യക്തി യേശുവാ. ആ സ്ത്രീയുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് യേശുവല്ല, ഞാൻ പറയും പിതാവായിരിക്കുന്നത്. പിതാവിന് ആഗ്രഹമുണ്ട് ഇവളെ വിട്ടയക്കണം. കാരണം ഇവൾ ഈ പാപത്തിൽ അകപ്പെടുവാൻ ഇവളല്ല കാരണം, ഏകന്റെ അനുസരണക്കേടാ കാരണം, പാപമാ കാരണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇവളെ വിടുവിക്കണം. ഇവൾ ഇങ്ങനെ ആകുവാൻ കാരണം പാപമാ. ഒരാമേ പറഞ്ഞേ ഹല്ലേലൂയ. പ്രമാണത്തിന് മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയില്ല, പക്ഷെ കൃപയ്ക്ക്. മോശ മുഖാന്തരം ന്യായപ്രമാണം ഭൂമിയിൽ വെളിപ്പെട്ടപ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി. ഓ, യേശു വന്നത് കൊല്ലാനല്ല, യേശു വന്നത് ജീവിപ്പിക്കാനാ. യേശു വന്നത് നിന്റെ മരണം കാണുവാനല്ല, യേശു വന്നത് നിന്റെ ജീവൻ കാണുവാനാ. യജമാനന് ദാസനോട് കരുണ തോന്നത്തില്ല, പക്ഷെ അപ്പന് മക്കളോട് കരുണ തോന്ന. അപ്പന് മക്കളോട് കരുണ തോന്ന. എന്തിനാ പ്രമാണം കൊടുത്തത്? പ്രമാണം കൊടുത്തത് മനുഷ്യൻ പാപത്തെ ജയിക്കുവാനാ. മനുഷ്യൻ പാപത്തെ ജയിക്കുവാനാ പ്രമാണം കൊടുത്തത്. പക്ഷെ പ്രമാണം കിട്ടിയപ്പോൾ പാപം ജയിച്ചു, മനുഷ്യൻ തോറ്റു. പാപത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തു വരുവാനാ പ്രമാണം കൊടുത്തത്. പക്ഷെ പ്രമാണം കിട്ടിയപ്പോൾ പാപത്തിന് വീണ്ടും അടിമത്തത്തിലേക്ക് മനുഷ്യൻ പോയി. പക്ഷെ ദൈവത്തിന്റെ കരുണ വെളിപ്പെട്ടപ്പോൾ, ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടപ്പോൾ, ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടപ്പോൾ പാപം തോറ്റു, മനുഷ്യൻ ജയിച്ചു. അപ്പന്റെ കരുണ വെളിപ്പെട്ടപ്പോൾ പാപം തോറ്റു, മനുഷ്യൻ ജയിച്ചു. ഒരാളെ പറഞ്ഞേ, നിയമം പരാജയപ്പെടുന്നിടത്ത് സ്നേഹം ജയിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശു ന്യായപ്രമാണത്തെക്കാൾ വലിയവൻ, യേശു ന്യായപ്രമാണത്തെക്കാൾ വലിയവൻ. പ്രമാണം കൊടുത്തത് അവരെ ജീവിപ്പിക്കാനാ, പക്ഷെ പ്രമാണം കിട്ടിയത് മരണം ജീവിക്കാൻ കാരണമായി. പക്ഷെ പ്രമാണത്തിന് അപ്പുറം പിതാവ് ഇറങ്ങി വന്നപ്പോൾ മരണം തോറ്റു, മരണം തോറ്റു, മരണം തോറ്റു, മരണം തോറ്റു. ഏകന്റെ ലംഘനത്താൽ മരണം പാപത്താൽ വാണുവെങ്കിൽ ഏകന്റെ അനുസരണത്താൽ കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിച്ചവർ യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ജീവന് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുന്നു, പിന്മാറി പോയവർ മടങ്ങി വരും. കാരണം ഇത് ന്യായപ്രമാണ കാലമല്ല, ഇത് കൃപയുടെ കാലമാണ്. ഇത് ന്യായപ്രമാണത്തിന്റെ കാലമല്ല, ഇത് കൃപയുടെ കാലമാണ്. എനിക്കറിയത്തില്ല ഈ സഭയിൽ നിന്ന് ആരെങ്കിലും പിന്മാറ്റത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, മടങ്ങി വരും, മടങ്ങി വരിക. നിന്നതിനേക്കാൾ ഇരട്ടിയായി അവർ കർത്താവിന് വേണ്ടി നിൽക്കുന്ന കാലം വിദൂരമല്ല. കാരണം ഇത് കൃപയുടെ കാലമാണ്, അപ്പന് കരുണ കാണിക്കുന്ന കാലമാണ്. അപ്പൻ നിന്റെ അകൃത്യത്തിന് തക്കവണ്ണം പകരം ചെയ്യുന്ന കാലമല്ല. പ്രമാണത്തിന് ക്ഷമിക്കുവാൻ കഴിഞ്ഞില്ല, പക്ഷെ പിതാവിന് ക്ഷമിക്കുവാൻ കഴിഞ്ഞ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പിതാവ് ക്ഷമിച്ചത് കൊണ്ടാണ്. ഇന്ന് ഇതിനകത്തിരുന്ന് ആരാധിക്കുന്നത് പിതാവ് ക്ഷമിച്ചത് കൊണ്ടാണ്.
ജീസസ് ജീസസ് പാപം തോൽക്കും. സുവിശേഷത്തിൽ 4 സുവിശേഷത്തിൽ യേശു അറിയപ്പെട്ടത് ഏകജാതനായിട്ടാ. യേശു അറിയപ്പെട്ടത് ഏകജാതനായിട്ടാ. പക്ഷേ യേശുവിന്റെ മരണത്തോടു കൂടി ലേഖനത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നു, അവൻ അനേകം സഹോദരന്മാരിൽ. യേശു മരിച്ചത് എന്തിനെന്നറിയാമോ? ആദ്യജാതനാകുവാനാ. ഒരാമേ പറഞ്ഞേ. സുവിശേഷത്തിൽ അവൻ ഏകജാതൻ. പക്ഷെ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവ് എഴുതി, ഏകജാതനല്ല അവൻ, അവൻ ആദ്യജാതനാണ്. ഹല്ലേലൂയ. പ്രമാണത്തിന് ക്ഷമിക്കുവാൻ കഴിയാത്തടുത്ത് പിതാവ് ക്ഷമിക്കും. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. വചനത്തിൽ തന്നെ ഉദാഹരണമുണ്ട്. ഒരിക്കൽ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെയും കൊണ്ട് മനുഷ്യൻ നടന്നു വരുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുക, ഇവൻ ഇങ്ങനെ ജനിക്കുവാൻ കാരണം എന്താ? ആർ പാപം ചെയ്തു, ഇവനോ എന്റെ അമ്മയപ്പന്മാരോ? കാരണം പ്രമാണം നോക്കിയാൽ ഇത് ശാപമാണ്. രാമൻ പറഞ്ഞേ, ഇവനോ ഇവന്റെ അമ്മയപ്പനോ? പക്ഷെ യേശു പ്രമാണത്തെ പ്രോത്സാഹിപ്പിച്ചില്ല. യേശു പറഞ്ഞതെന്താ? ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തത് കൊണ്ടല്ല ഇവൻ ഇങ്ങനെ ജനിച്ചത്. എനിക്ക് ഇവനിൽ ഒരു പ്രവൃത്തിയുണ്ട്. ഓ ഓ അതൊരു ദൂതാണല്ലോ. ചിലത് അങ്ങനെ സംഭവിച്ചത്, ചിലത് അങ്ങനെ തിരിഞ്ഞത്, ചില നഷ്ടങ്ങൾ വന്നത് ദൈവത്തിന് നിന്നിലൊരു പ്രവൃത്തി. ചില നഷ്ടങ്ങൾ വന്നത് ദൈവത്തിന് പിതാവിന് നിന്നിൽ വെളിപ്പെടുവാനാ. ചില തകർച്ചകൾ വന്നത് പിതാവ് ആരെന്ന് നിന്നിൽ വെളിപ്പെടുത്തുവാനാണ്. ഒരു നിമിഷം കേട്ടെ. ജീസസ് ചില തകർച്ചകൾ വരുമ്പോൾ, ചില നഷ്ടങ്ങൾ വരുമ്പോൾ, ചില പ്രതികൂലത്തിനകത്ത് കയറുമ്പോൾ ലോകം ഒരു പ്രമാണം എടുത്തു വെക്കും. ഒരാമേ പറഞ്ഞേ. എന്നിട്ട് പറയും, ഇന്ന തെറ്റുകൊണ്ടാ ഇന്നത് സംഭവിച്ചത്. ഇതിനകത്ത് വാക്കുകൾ കൊണ്ട് മുറിവേറ്റ ഒത്തിരി പേരുണ്ട്. ഇന്ന തെറ്റുകൊണ്ടാ ഇത് സംഭവിച്ചത്. പക്ഷെ യേശുവിന്റെ മിനിസ്ട്രി വ്യത്യസ്തമാണ്. ഒരു രാത്രി മുഴുവൻ പത്രോസ് വലയിറക്കുകയാ. ഒരു രാത്രി മുഴുവൻ പത്രോസ് വലയിറക്കുകയാ. ആ വലയിൽ ആ രാത്രി ഒന്നും കയറിയില്ല. കർത്താവ് വന്നിട്ട് കൂടെയുള്ളവർ നോക്കിയിട്ട് പറഞ്ഞു കാണും, എന്തോ പാപം, എന്തോ ശാപം, എന്തോ ഒരു കാരണം. പക്ഷെ യേശു വന്നിട്ട് പറഞ്ഞത് ആഴത്തിലേക്ക്. ഞാൻ കണ്ടില്ല ഈ സുവിശേഷത്തിൽ ഒരുവന്റെ മുഖത്ത് നോക്കി യേശു പാപി എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. യേശു ആരുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞില്ല, നീ പാപിയാണ്, നിന്റെ പാപമാണ്. എല്ലാം ശൂന്യമായി നിന്ന പടകിൽ യേശു വന്ന് ആദ്യം ചെയ്തത് അവന്റെ പടകിനെ നിറച്ചു, അവന്റെ വലയെ നിറച്ചു, അവന്റെ കൂട്ടുകാരന്മാരുടെ പടകിനെ നിറച്ചു. അടുത്ത് യേശു ഒന്നും പറഞ്ഞില്ല പത്രോസിനെ നോക്കി നീ പാപിയാണ്, അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ വലയും പടകും നിറഞ്ഞപ്പോൾ പത്രോസ് വിളിച്ചു പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ട് ഓടി പോകണമേ എന്ന്. സക്കായി ചുങ്കക്കാരൻ, ഏറ്റവും വലിയ പാപി, മരത്തിന്റെ മുകളിൽ ഇരിക്കുക. യേശുവിനെ കാണണം, യേശു എന്നെ കാണരുത്. ആ മരത്തിന്റെ മൂട്ടിൽ വന്ന് സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ കൂടെ നിന്നവർക്കറിയാം ഇവനെ പോലെ ഒരു പാപി ദേശത്തില്ല, ഇവനെ പോലെ ദ്രോഹം ചെയ്തവൻ വേറെ ഇല്ല, ഇവനെ പോലെ പലിശയ്ക്ക് പൈസ വാങ്ങിച്ചവൻ വേറെ ഇല്ല. പക്ഷെ യേശു അവനെ നോക്കി പറയുക, നിന്റെ വീട്ടിൽ ഞാൻ ഇന്ന് പാർക്കാൻ പോവുകയാണ്.
നമ്മുടെ ഹൃദയവും കർത്താവിന്റെ ഹൃദയവും തമ്മിൽ വ്യത്യസ്തമാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നു എന്റെ അകത്ത് പിതാവിന്റെ ഹൃദയം വെളിപ്പെടണം? ജീസസ്. യേശു സക്കായും കൂടെ കുറച്ചു ദൂരം നടന്നപ്പോൾ യേശു അവനോട് പറഞ്ഞു, നീ കുറെ ചതുവായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാം തിരിച്ചു കൊടുക്കണമെന്ന്. യേശു പറഞ്ഞില്ല. അവർ ഒരുമിച്ച് ഒന്നും മിണ്ടാതെ കുറച്ചു ദൂരം വെച്ചപ്പോൾ സക്കായി കരയാൻ തുടങ്ങി. എന്നിട്ട് പറയുകയാ, ഞാൻ ചതുവായി വാങ്ങിച്ചതിന്റെ 4 മടങ്ങ് തിരിച്ചു കൊടുക്കും. അപ്പന് മക്കളോട് കരുണ തോന്നും. 38 ആണ്ടുകാലം കുളക്കരയിൽ കിടന്ന രോഗിയുടെ അടുക്കൽ വന്ന്, നിന്റെ രോഗമാണ് നിന്റെ കിടക്കയ്ക്ക് കാരണമെന്നല്ല യേശു പറഞ്ഞത്. ആദ്യം ആവശ്യക്കാരുടെ ആവശ്യത്തെ യേശു നിവർത്തിച്ചു. പിന്നത്തേതിൽ അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ യേശു പറഞ്ഞു, നോക്കൂ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ. ഒരാമേൻ പറഞ്ഞേ. യേശു ഒരിടത്തും പാപത്തെ പ്രോത്സാഹിപ്പിച്ചില്ല. മുറിവേറ്റവന്റെ മുറിവിനെ ആദ്യം കെട്ടി, പിന്നെ പാപത്തെ വെട്ടി. ഒന്നുകൂടെ, മുറിവേറ്റവന്റെ മുറിവിനെ ആദ്യം കെട്ടി, പിന്നെ പാപത്തെ വെട്ടി. യേശു അവനോട് പറഞ്ഞത് എന്താ? അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ. ഇന്ന് പകലിൽ ഞാൻ നിൽക്കുന്നത് ട്രിവാൻഡ്രം സിറ്റിയിലാ, അല്ലേ? നഗരപ്രദേശത്താണ് നിൽക്കുന്നത്. ഈ ദേശത്തിൽ അല്ല, തിരുവനന്തപുരം പട്ടണത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തോട് വെല്ലുവിളിക്കുക. അധികം തിന്മയായത് എത്ര പേരുണ്ട് കയറി വരുവാൻ? യൗവനക്കാരെ പാപത്തിൽ തള്ളിയിടുന്ന മ്ലേച്ഛതയുടെ സ്പിരിറ്റിനെ ആത്മാവിൽ നോക്കി വെല്ലുവിളിക്കുവാൻ. തലമുറകളെ വഴി പിഴപ്പിക്കുന്ന ദുരാത്മാവിനെ ആത്മാവിൽ നോക്കി വെല്ലുവിളിക്കുവാൻ. യൗവനക്കാരെ ദർശനത്തെ തെറ്റിക്കുന്ന ഇസബേലിയ ശക്തിയെ നോക്കി ആത്മാവിൽ വെല്ലുവിളിക്കുവാൻ എത്ര പേർ തയ്യാർ? അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ. നിയോഗമുള്ള, ദർശനമുള്ള, വാഗ്ദത്തമുള്ളതിനെ കൃപയിൽ നിന്ന് തള്ളിയിടിക്കുന്ന ദുരാത്മാവേ, നിന്നെ സഭ വെല്ലുവിളിക്കുന്നു. ചില മാതാപിതാക്കളുടെ മേൽ ആ ദൈവജനം വെളിപ്പെടട്ടെ. ചില ആത്മാവിൽ ബ്രേക്ക് ചെയ്യുക, ചില ആത്മാവിൽ വെട്ടിക്കളയുക. തലമുറകളെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ചില ദുരാത്മാക്കളെ പൂട്ടി താക്കോൽ കയ്യിലെടുക്കുവാൻ സഭയുടെ മേൽ ഇന്ന് ദൈവം ചിലത് കൈമാറുന്നു. പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാം, ഇതിനകത്ത് നിന്ന് ഒരു തലമുറ എഴുന്നേൽക്ക. ഇന്ന് മുൻനിരയിൽ നിൽക്കുന്നവരല്ല, ഇന്ന് പുറകിൽ നിൽക്കുന്ന ഒരു കൂട്ടത്തെ വല വലിച്ചു മുമ്പിലേക്ക് ഇടുന്നത് പോലെ ഒരു സീസൺ ദൈവകൃപയിൽ നിന്ന തലമുറകളെ പല രീതിയിൽ പല മാർഗങ്ങളിലൂടെ പിശാച് വഴിതെറ്റിച്ചെങ്കിൽ, പുറകിലോട്ട് കൊണ്ടുപോയെങ്കിൽ, ഇന്ന് പകലിൽ കർത്താവിൽ ആശ്രയിച്ച് വിളിച്ചു പറയാം, അങ്ങനെയുള്ള ഏതെങ്കിലും തലമുറകളുടെ മാതാപിതാക്കൾ ഇതിനകത്തിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു താക്കോലുണ്ട്. നീ തുറന്നാൽ അത് തുറക്കും, നീ അടച്ചാൽ അത് അടയ്ക്കും. തൊട്ടത് നിന്റെ തലമുറയായിരിക്കാം, പക്ഷെ നീ പൂട്ടുന്നത് ഒരു ദേശത്തിന്റെ. ഞാൻ കാണുന്നു കാരാഗ്രഹത്തിന്റെ വാതിലുകൾ അടയുന്നത്. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ. സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കുക. സിയോൻ പുത്രിയെ. രാജ ചില പാപശക്തികളെ ഓഫീസുകളെ സഭ പൂട്ടും.
പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് പുറകിലേക്ക് കൊണ്ടുപോയ ചില തലമുറകളെ ഈ നാളുകളിൽ വല വലിച്ചിടുന്നത് പോലെ ഒന്ന് രണ്ട് മിനിറ്റുകൾ തിരുവനന്തപുരത്തിന്റെ താക്കോൽ ഈ സഭയുടെ മേല. തിരുവനന്തപുരത്തിന്റെ താക്കോൽ ഈ സഭയുടെ മേല. ഞങ്ങൾക്കറിയാം നെയ്യാറ്റിക്കര ഞങ്ങൾ കൊണ്ടുപോയി, പക്ഷെ തിരുവനന്തപുരത്തെ ചില ഓഫീസുകൾ താഴിടാൻ പോകുന്നു. ചില ഓഫീസുകൾ ഇസ്രായേലിലെ ഓഫീസുകളിൽ പൂട്ടുവീഴാൻ പോകുന്നു. നിയോഗമുള്ളതിന്റെ മേൽ ദൈവത്തിന്റെ തീ. ഫയർ ഫയർ ഫയർ. നിയോഗമുള്ളതിന്റെ മേൽ ദൈവത്തിന്റെ തീ വീഴുന്നു. ദൈവത്തിന്റെ തീ വീഴുന്നു. ഈ സമയം നീ ഉറങ്ങേണ്ടുന്ന സമയമല്ല. ഈ സമയം നീ ഉണരേണ്ടുന്ന. ആരൊക്കെയോ കയറുന്നല്ലോ. ആരൊക്കെയോ മോശ സർപ്പത്തിന്റെ വാല് പിടിച്ചതുപോലെ ആരൊക്കെയോ പിടിക്ക്. ചില ഭാവശക്തിയുടെ വാലിന് പിടിക്ക്. ചില ഭാവശക്തിയുടെ വാലിന് പിടിക്ക്. അത് വടിയായി തിരിച്ചു വരും. അത് വടിയായി പിടിക്ക്. റാന്തന രഗാദന അന്തൽ കമന ഘടകജാദന ചുടാര വരദാര ശന്തനാദനാദന ദിരി. ഒരു നിമിഷം ആ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അപ്പന്റെ മക്കളോട് കരുണ തോന്നും. അപ്പന്റെ മക്കളോട് കരുണ തോന്നും. അപ്പന്റെ മക്കളോട് കരുണ തോന്നും. എല്ലാ കരങ്ങളും ഉയർത്തി പിടിച്ച് ആ കണ്ണുകൾ അടച്ച് ആ പിതാവിന്റെ മുഖത്തേക്ക് ദൈവസ്നേഹമേ സ്വർഗം കാട്ടി മരക്കുരിശ് എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാ നിത്യ സ്നേഹമേ. സ്വർഗം കാട്ടിയ അത്ഭുതമേ. എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാ നിത്യ സ്നേഹമേ. എന്തു നൽകും പകരമായി തുല്യമായി ഒന്നുമില്ല നാഥനേ. എന്തു നൽകും പകരമായി. ഞാൻ തിരിച്ചറിയുന്നു ഇതിനകത്ത് പിതാവായ ദൈവത്തിന്റെ കരം ഇതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്. പിതാവായ ദൈവത്തിന്റെ കരം പിതാവ് ചിലരെ സ്പർശിക്കട്ടെ.
പിതാവ് ചിലരെ തലോടട്ടെ. ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു, ഈ സഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന സകല അനാഥത്വത്തിന്റെ സ്പിരിറ്റുകളെയും, ഈ കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന സകല അനാഥത്വത്തിന്റെ സ്പിരിറ്റുകളെയും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒരു നിമിഷം ഇരിക്കുന്ന ഇരിപ്പിടം വിട്ട് എഴുന്നേറ്റ് നിൽക്കാമോ? പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, അധികമായി ആ രണ്ട് കരങ്ങൾ ഉയർത്തി, ആ രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി. ആത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. എന്റെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒരു നിമിഷം ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ഏത് തോട്ടത്തിൽ തന്റെ പുത്രനെയും പുത്രിയെയും കാണുവാൻ വേലാറാകുന്ന സമയത്ത് ഇറങ്ങി വന്ന അതേ പിതാവ് ഇന്ന് പകലിൽ നിന്നോട് കരുണ തോന്നി, നിന്നോടുള്ള കൃപ തോന്നി, നിന്നോട് മനസ്സറിഞ്ഞ് ഇന്ന് പകലിൽ ഈ സഭയ്ക്കകത്ത് വന്നു നിൽപ്പുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് 1-2 മിനിറ്റുകൾ കൂടെ, 1-2 മിനിറ്റുകൾ കൂടെ. ചില കരങ്ങളിൽ പിതാവിന്റെ സ്പർശനങ്ങൾ അനുഭവിക്കുന്നു, ചില ഹൃദയങ്ങൾ സ്വതന്ത്രമാകുന്നു, ചില കണ്ണുകളിൽ പിതാവായ ദൈവത്തിന്റെ സ്പർശനം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ചില കരങ്ങളിൽ പിതാവിന്റെ സ്പർശനം, പിതാവായ ദൈവത്തിന്റെ സ്പർശനം. ചില കരങ്ങളിൽ, 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 ചില കരങ്ങൾ പിതാവായ ദൈവത്തിന്റെ കരമായി മാറാൻ പോകുന്നു. ചില കരങ്ങൾ പിതാവായ ദൈവത്തിന്റെ കരമായി മാറാൻ പോകുന്നു. ചില കരങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന പിതാവായ ദൈവത്തിന്റെ കരമായി മാറാൻ പോകുന്നു. ആ കരം ഊനമുള്ള കരമല്ല, ആ കരം ബലം കുറഞ്ഞ കരമല്ല, ഓ ആ കരം രോഗമുള്ള കരമല്ല, ആ കരം സൗഖ്യമാക്കുന്ന കരമാണ്. ഓ കുരുടന്റെ കണ്ണിനെ തുറന്ന കര, ചെകിടന്റെ കാലിനെ തുറന്ന കര, ഊമന്റെ അതരത്തെ തുറന്ന കര. ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, 2025 ഈ കരങ്ങളിലൂടെ പിതാവായ ദൈവത്തിന്റെ കരം വെളിപ്പെടും. 2025 ഈ കരങ്ങളിലൂടെ. യെസ് 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 യെസ്. ചിലർ മനുഷ്യനെ കാണത്തില്ല, ചിലർ പിതാവായ ദൈവത്തെ. ചില നാവുകൾ തിരിയുന്നു, ചില അതരങ്ങൾ തിരിയുന്നു. ഓ സ്വീകരിക്കുക, സ്വീകരിക്കുക, സ്വീകരിക്കുക. ആരും ആരെയും നോക്കരുത്, ഇത് നിന്റെ സമയമാണ്. ഇത് നീ ആരും ആരെയും നോക്കരുത്. നീ പ്രാപിക്ക്, നീ പ്രാപിക്ക്,
നീ പ്രാപിക്കും. ഇന്നൊരു സ്പർശനം കിട്ടിയ നിന്റെ ലൈഫ് തിരിക. ഓ ശാലി ചേച്ചി കൈ ഉയർത്തി പിടിച്ചോ. നിന്റെ ലൈഫിനെ തിരിക്കുന്ന ഓ പിതാവിന്റെ കരം. ഓ കിരൺ ചേട്ടന്റെ കയ്യിൽ ഓ ആ കരം ഒന്ന് പിടിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്നു ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് റിലീസ് ചെയ്യുവാൻ. ഈ സഭ ലേഡീസ് ചർച്ചായി മാറട്ടെ. ലേഡീസ് ചർച്ചായി മാറട്ടെ. ലേഡീസ് ഇന്ന് പുരുഷന്മാർ ശുശ്രൂഷിക്കുന്നത് പോലെ ഒരു സീസൺ കഴിയുമ്പോൾ സഹോദരിമാർ തൊടുന്നു. പിതാവ് ചിലനെ അഭിഷേകം ചെയ്യുന്നു. പിതാവ് ചിലനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു. ചില നിയോഗങ്ങൾ പ്രാപിക്കാൻ നിന്റെ ഭാരങ്ങൾ ഇന്നു മുതൽ നിന്റെ ഭാരങ്ങളല്ല, നിന്റെ പിതാവിന്റെ ഭാരങ്ങളാണ്. നിന്റെ പ്രതികൂലങ്ങൾ അത് നിന്റെതല്ല, അത് നിന്റെ സ്വർഗീയ പിതാവിന്റെതായി മാറുന്നു. ആത്മാവ് പ്രവചിക്കുന്നു, നീ ഇടപെട്ടിട്ട് പരിഹരിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളുടെ മേൽ നിന്റെ ഹെവൻലി ഫാദർ ചില പരിഹാരങ്ങൾ ദൈവത്തിൽ നിന്ന് ചില മറുപടികൾ, പിതാവിൽ നിന്ന് പരിഹാരങ്ങൾ. മാനുഷികമായിട്ട് പരിഹരിക്കാൻ കഴിയാത്തിടത്ത് നിന്റെ ദൈവം നിന്റെ പിതാവായി ഞാൻ അറിയുന്ന പ്രവചനങ്ങളുടെ പുതപ്പുകൾ വന്ന് വീഴുന്നു. പ്രവചനങ്ങളുടെ പുതപ്പുകൾ ഇതിനകത്ത് വന്ന് വീഴുന്നു. പ്രൊഫറ്റിക്കൽ മാൻറ്റിലുകൾ. ഇവിടെ സ്വർഗം തുറന്നു കിടക്കുന്നു. ഇവിടെ സ്വർഗം തുറന്നു കിടക്കുന്നു. ദൈവത്തിന്റെ പുത്രന്മാര് പുത്രിമാര് എവിടെ കൂടുന്നു അവിടെ സ്വർഗം തുറന്നു കിടക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ പുത്രന്മാര് ദൈവത്തിന്റെ പുത്രിമാര് എവിടെ കൂടുന്നു അവിടെ സ്വർഗ തുറക്ക്. സ്വർഗ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ പുത്രന്മാര് പുത്രിമാര് എവിടെ കയറുന്നു എവിടെ കൂടുന്നു അവിടെ അടഞ്ഞ സ്വർഗമല്ല, അവിടെ തുറന്ന സ്വർഗ. അവിടെ തുറന്ന സ്വർഗ. ഇവിടെ ദൂതന്മാർ കയറുന്നു, ഇവിടെ ദൂതന്മാർ ഇറങ്ങുന്നു, ഇവിടെ ദൂതന്മാർ ചിലരെ ശുശ്രൂഷിക്കുന്നു, ഇവിടെ ദൂതന്മാർ ഫയർ 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 Rasa